ഈദ് മുബാറക്. അപ്പം നമ്മളെ മാസമൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഇപ്പോൾ തെക്കുബീറൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പം നൈറ്റാണ്. അപ്പോൾ വേഗം പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ പെരുന്നാൾ ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി മെഹന്തിയൊക്കെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതിടണം, പെരുന്നാൾ രാവായല്ലോ ഗൈസ്. അപ്പോൾ പകൽ തന്നെ ഇതാ അവൾ കുറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ ഒരു കൈമേൽ മേമടണം എന്ന് പറഞ്ഞിട്ടുണ്ട് വൈത്തല കൂടെ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മൈലാഞ്ചി ഇടാൻ വലിയ അറിയുന്നില്ല, എന്നാലും തട്ടിമുട്ടി എന്തൊക്കെയോ അങ്ങനെ ഒപ്പിച്ച് പോവാണ്. അപ്പോൾ പള്ളിയിലും എല്ലാവരും തെക്കുബീറല്ലല്ലോ, മക്കളൊക്കെ അയലക്കത്തൊക്കെ എല്ലാവരും എന്ത് ചെയ്യാണ്, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടക്കം പൊട്ടിക്കലും പൂത്തിരിയും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും നല്ല പെരുന്നാൾ വൈബായിട്ടോ. അപ്പോൾ ഒരു മാസം റമദാൻ എങ്ങനെ പോയി എന്നറിഞ്ഞില്ല, ഇത്രയും ചൂടായിട്ട് എങ്ങനെ നോമ്പൊൽക്കും എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേനും റമദാൻ തീർന്നത് അറിഞ്ഞില്ല. അപ്പോൾ ഇതാ നമ്മൾ ഈദിൻ്റെ വൈബ് വന്നുകൊണ്ടിരിക്കുകയാണ്. മെഹന്തിയൊക്കെ ഇട്ടിട്ട് വേണം നാളേക്കുള്ള ഫുള്ളും സെറ്റാക്കി വെക്കണം, നൈറ്റ് തന്നെ ഒക്കെ റെഡിയാക്കി വെക്കണം. എന്നാലേ പൊലിച്ചൊക്കെ നീച്ചിട്ട് വേഗം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഈദ്ഗാഹിന് പോകാനാകുമ്പോഴത്തേക്ക് സെറ്റാകും. അപ്പോൾ അതാ മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ടാസ്ക് ബീഫൊക്കെയുള്ളതൊക്കെ ഒരു അരിഞ്ഞ് തന്നപ്പോഴത്തേക്ക് ഞാനിത് വേഗം എന്ത് ചെയ്തു, വേഗം നന്നായിട്ട് കുഴച്ച് സെറ്റ് ചെയ്ത് അടുപ്പ് വെച്ചു. അപ്പോൾ മോർണിംഗ് ഇവിടെ എല്ലാവരും ബീഫും പത്തിരിയും കഴിക്കും കേട്ടോ. അപ്പോൾ പത്തിരി നാളേക്കുള്ള തന്നെ സെറ്റാക്കുകയാണ്. പിന്നെ ടൈം 1:30 എല്ലാ പണിയും കഴിഞ്ഞപ്പോഴേക്കും മെഹന്തിയൊക്കെ ഇട്ട് പിന്നെ 4 മണിയായപ്പോൾ വീണ്ടും എണീക്കാനായി. ഉറക്കമൊന്നും ക്ലിയർ ആയില്ല, പെരുന്നാളല്ല, ഉറങ്ങി ഇരിക്കാൻ പറ്റില്ലല്ലോ. നേരെ കിച്ചണിലിട്ട് വന്നിട്ട് നമ്മളെന്തായി മന്തിക്കുള്ള ചിക്കനൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ചിക്കനൊക്കെ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മന്തിക്കുള്ള ഫുള്ളും സെറ്റാക്കി അരിഞ്ഞാക്കി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ കഴുകിയതും കൂടി അതിലേക്ക് ആഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈദ്ഗാഹിന് പോകാൻ നേരം വൈകും, ടൈമില്ല, ഇതൊക്കെ വന്നിട്ട് ചെയ്യാമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷെ വന്നിട്ട് ഇതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല, നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ല നിൽക്കുക. അപ്പോൾ പോണ മുന്നേ തന്നെ പണിയൊക്കെ കുറച്ച് തീർക്കാച്ച് വേറെ റഷായിട്ട് എടുക്കുക കേട്ടോ. അത് സെറ്റായി. അടുത്തത് ഇനി ചെറുപയർപ്പരിപ്പിൻ്റെ പായസമാണ് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പരിപ്പ് നൈറ്റ് വേവിച്ച് വെച്ചിരുന്നു, ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി തേങ്ങ ചിരകലൊക്കെ ടാസ്ക് ആയതുകൊണ്ട് ഈ പ്രാവശ്യം മിൽക്ക് ഇട്ട് പാലിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാലിട്ട് അപ്പോൾ അതിൻ്റെ പണിയായിരുന്നു. അതിൻ്റെ ഇടയിൽ മെഹന്തി കാണിക്കാൻ മറന്നു, നല്ല ചോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രാത്രി നേരം വൈകി ഇട്ടാലും രാവിലെ ആയപ്പോഴത്തേനും ചുവപ്പൊക്കെ ഉണ്ട്. മന്തിയിൽ ഫുഡ് കളർ ആഡാക്കാൻ മറന്നിരുന്നു. അപ്പോൾ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് അതവിടെ അടിച്ച് വെച്ചു. പിന്നെ ഞാൻ നിസ്കരിക്കാൻ പോകുന്ന ടൈമിൽ ഉമ്മനോട് പറഞ്ഞ് ഇതൊന്ന് ഇളക്കി കൊടുക്കി പായസം എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പം പായസത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. പിന്നെ നമ്മളൊന്ന് ഒരു കാലിച്ചായ പിടിച്ചിട്ടാട്ടോ പോവുക പള്ളിക്ക്. അപ്പോൾ ഈദ്ഗാഹിന് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ പെരുന്നാൾ ഔട്ട്ഫിറ്റിലാണ് എല്ലാവരും. നമ്മൾ നല്ല രസമാട്ടോ, അതിനകത്തുള്ള എല്ലാവരും മക്കളും എല്ലാവരും കൂടി ഓടണ ഓട്ടാണ് ഈ കാണുന്നത്. കാരണം കുറച്ചങ്ങോട്ട് പോവാണ്ട് ഈദ്ഗാഹിൻ്റെ സ്ഥലത്ത്. നമ്മൾ കുറച്ച് ബാക്കിലായിരുന്നത്, അപ്പോഴത്തും ഫ്രണ്ടൊക്കെ ഫുള്ളും കവറായിട്ടുണ്ട് ആൾക്കാർ. അങ്ങനെ കുത്തുബൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടേനി, കാരണം ഈദ്ഗാഹിന് അങ്ങോട്ട് ഓടി തിരിച്ചു വരുമ്പോൾ വൈക്കലൊക്കെ പായസം കൊടുക്കലും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിനി. നമ്മൾ ചൂടും പോയിട്ട് നമ്മളതിനൊന്നും നിന്നില്ല, വേഗം വീട്ടിലേക്ക് എത്തണം, ഡ്രസ്സൊക്കെ ഒന്ന് കഴിച്ചേക്കണം എന്നുള്ള ഒരു ഇത് ചിന്തയായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലത്തെ പായസവും പത്തിരിയൊക്കെ കഴിച്ചു. പിന്നെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. മന്തി ജസ്റ്റ് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് റൈസും അതിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ടിട്ട് അത് സെറ്റാക്കി. പിന്നെ നമ്മൾ അടുത്തൊക്കെ ഇങ്ങനെ വീട്ടിലിങ്ങനെ പോയോണ്ടിരിക്കുന്നു. നമ്മളെ നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി എല്ലാ വീട്ടിലും പോകും, എല്ലാവരും നമ്മളെ വീട്ടിലും വരും. അങ്ങനെ പെരുന്നാൾ നല്ല ചില്ലയോണ്ടിരിക്കാണ്. അതിൻ്റെ ഇടയിൽ മോട്ടറാക്കി പാട്ട്
അങ്ങനെ തന്നെ. പിന്നെ ഇതാ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണെങ്കിൽ എല്ലായിടത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പറ്റുന്നിടത്ത് നമുക്ക് വീഡിയോ ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പിങ്സ് എടുത്താണ്. പിന്നെ പെരുന്നാൾ തന്നെ നമ്മൾ കുടുംബ സന്ദർശനമാണല്ലോ. അങ്ങനെ കുറച്ചൊക്കെ വിട്ട് പോകും. എല്ലാവരും പായസമായിട്ട് ഇങ്ങനെ വരുമ്പോൾ വേണ്ട 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 തന്നെ. കാരണം ഇതുവരെ നോമ്പായിട്ട് ഒന്നും ഫുഡ് കഴിക്കാതെ വന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം കൂടി വെള്ളത്തിന് ആവശ്യമുള്ളൂ. ആരും പായസം വേണ്ട. എവിടെയെങ്കിലും വെള്ളം ഉണ്ടെന്ന് പറയുമ്പോൾ അത് വേഗം കുടിക്കും. അങ്ങനെയൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണത് അടുത്തൊക്കെ പോയതിന് ശേഷം നമ്മൾ മന്തി എല്ലാവർക്കും നല്ല അഭിപ്രായം കേട്ടോ. മാഷാ അല്ലാഹ്. വന്നവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ അടിപൊളിയാണ്. ഇത് മേടിച്ചതാണോ എന്ന് ചോദിച്ചിട്ടോ. ഞാനിങ്ങനെ പൊക്കി പറയല്ല, സത്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മന്തിയും ബ്രോസ്റ്റും അതിൻ്റെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് അടിച്ചിട്ടും പിന്നെയും കിടന്നാൽ പിന്നെ ആ കിടത്തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയോണ്ടിരിക്കേനു. പുറത്തെല്ലാം ചൂടാട്ടോ. അപ്പോൾ ബൈക്കുമ്മൽ പോലെ ടാസ്ക്കാണ്. അപ്പോൾ വെയിൽ പോണ വരെ കക്കൻ്റെ ഓരൊക്കെ കൂടെ അങ്ങനെ പോയോണ്ടിരുന്ന് ഒരുവിധം എല്ലായിടത്തൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മള് അംസം വിടാതെ പോവാണ്. പോവാൻ നിൽക്കുക. ഞാൻ അപ്പൊ മാനാപ്പ അംസം ഇടണ്ടാണ്. അംസം ഇടാതെ പിന്നത്തെ പോയിട്ടില്ല. അപ്പൊ മാനാപ്പന്റെ അംസം ഇടാൻ പോകും. പിന്നെ നല്ല ടയേർഡായതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. ബാക്കി അങ്ങോട്ടുള്ള പെരുന്നാളിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടിലെത്തി. അത്രേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ്. സോ ബൈ ബൈ.